കേരളത്തിലുടനീളം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കുന്ന ഒരു രീതി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു. അത് വൈഷ്ണയ്ക്കുള്ള അതേ അനുഭവം എനിക്കുണ്ട്. കുറ്റിച്ചിറയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളുകളിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് വന്ന പല ആളുകളും കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അവരുടെ പേരുകൾ വോട്ടർ ലിസ്റ്റിലില്ല. അപ്പൊ അതിന് ആരാണ് ഉത്തരവാദികൾ എന്നുള്ള ചോദ്യമുണ്ട്. അതിന് ഉത്തരവാദികൾ സംസ്ഥാന സർക്കാർ തന്നെയാണ്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കൊരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. ഫൈനൽ ലിസ്റ്റിൽ പേരില്ല എന്നുള്ളത് ഏത് മനുഷ്യന്മാരാണ് തിരിച്ചറിയുക? കാരണം അവർ ഡ്രാഫ്റ്റ് ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ അവരുടെ പേരുണ്ട്, ഫൈനൽ ലിസ്റ്റിലേക്ക് വരുമ്പോൾ അവരുടെ പേരില്ല, നോട്ടീസ് നൽകിയിട്ടില്ല. പിന്നെ നമ്മൾ സൈറ്റിൽ നോക്കുമ്പോൾ പേരുണ്ട്, എന്നാൽ ഒറിജിനൽ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കോർപ്പറേഷനിൽ കിട്ടിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരില്ല. ഒരു വീട്ടിലെ ഒരു സഹോദരന് വോട്ടുണ്ടെങ്കിൽ മറ്റൊരു സഹോദരന് വോട്ടില്ല. ഇത് എന്തൊരു നീതി നിഷേധമാണ്! അത് കൃത്യമായി രാഷ്ട്രീയ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വോട്ടുകൾ തള്ളിയിട്ടുള്ളത്. എന്തൊരവസ്ഥയാണ്!